ാണ് സമസ്ത കഴിഞ്ഞ 100 വർഷക്കാലം കേരളത്തിൽ പ്രവർത്തിച്ചത്. കേരളത്തിൽ മാത്രമല്ല, സമീപ സംസ്ഥാനങ്ങളിലും ലോകോത്തര ഭാഗത്തും പടർന്ന് പന്തലിച്ച് വൃക്ഷം കണക്കെ സമസ്ത പ്രോജ്വലിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ആശയത്തിൻ്റെ ധാരയുടെ വെളിച്ചം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഇനിയും അടുത്ത തലമുറയിലേക്ക് കൈമാറുമ്പോൾ ഒരു പോറലുമേൽക്കാതെ, ഒരു കളങ്കം മേശാതെ, ഒരു മങ്ങലില്ലാതെ നല്ല വെളിച്ചത്തോടെയും നല്ല തണലോടെയും ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സമസ്ത 100ാം വാർഷികം വളരെ സുചിന്തിതമായി അതിൻ്റെ അർത്ഥവ്യാപ്തിയും അതിൻ്റെ സത്യത്തിൻ്റെ സത്തയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ 100ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. 90ാം വാർഷിക സമ്മേളനത്തിൽ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചതാണ് സമസ്തയുടെ 100ാമത് വാർഷികം നടക്കുമെന്നത്. ആ വാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ന് സമസ്ത പ്രജ്വലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആശയത്തിൻ്റെ ധാര തുടങ്ങിവെച്ച നാൾ തൊട്ട് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. നവോത്ഥാനത്തിൻ്റെ വലിയ മേഖല കണ്ടെത്തിയ പ്രസ്ഥാനമാണ് സമസ്ത. സ്വന്തമായി ഒന്നും പറയാതെ നവോത്ഥാനത്തിൻ്റെ മേഖലകൾ സമകാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തക്ക് പറയാൻ സാധിക്കുന്നത് അതിൻ്റെ പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സുന്നി സരണി കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. എവിടെയാണോ ആശയത്തിൻ്റെ ധാര ആളുകൾക്ക് മുറിഞ്ഞു പോയത് അവിടം തുടങ്ങുകയാണ് ബിദ്അത്തിൻ്റെ വിഷവത്ത്. അതിനപ്പുറത്ത് ആശയത്തിൻ്റെ ധാര പൈതൃകമാണ്, പാരമ്പര്യമാണ് എന്ന് പറയുന്നത് സമസ്ത മാത്രമാണ്. അതുകൊണ്ടാണ് സമസ്തയുടെ പാരമ്പര്യം 15 നൂറ്റാണ്ടപ്പുറത്തുണ്ടെന്ന് നമ്മൾ പറയുന്നത്. ശേഷം നമ്മൾ അതിൻ്റെ കാലചക്രം കറങ്ങിയെത്തുമ്പോൾ ചരിത്രം രേഖപ്പെട്ട നാൾ നമ്മൾ പഠിക്കുമ്പോൾ അതിന് 500 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. 500 വർഷം മുമ്പാണ് കേരളത്തിൻ്റെ ചരിത്രം രേഖപ്പെട്ടുകൊണ്ട് കിടക്കുന്നത്. ഇന്നും നമ്മൾ മഖ്ദൂമി പാരമ്പര്യത്തെയാണ് ചരിത്രപരമായ ഇതിൻ്റെ നാൾവഴിയിൽ രേഖപ്പെട്ട് കിടക്കുന്ന കിതാബിലൂടെയും പുസ്തകത്തിലൂടെയും വായിക്കാൻ നമുക്ക് ശ്രമിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം എഴുതിയത് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതുന്നത് യുദ്ധത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പറയുക മാത്രമല്ല, 3 ഭാഗമായി തുഹ്ഫയെ നമുക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ ഒന്ന് കേരളത്തിൻ്റെ ഉച്ചനീചത്വങ്ങളെയും തൊട്ടുകൂടായ്മയുടെയും അരുതായ്മയെ സംബന്ധിച്ചുകൊണ്ട് അതിൻ്റെ ദുരവസ്ഥയെ കണക്കിന് കൊട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ അവതരിപ്പിക്കുകയാണ്. മറ്റൊന്ന് പോർച്ചുഗീസ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതാൻ കുഞ്ഞാലിമരക്കന്മാർ സജ്ജമായി വന്ന ഇതിഹാസ കഥയെ സംബന്ധിച്ചുകൊണ്ട് പറയുകയാണ്. മറ്റൊന്ന് കേരളത്തിൻ്റെ പച്ചയായ ചരിത്രം നമുക്ക് എഴുതി തരികയാണ്. എന്താണ് കേരളം, എന്തായിരുന്നു നമ്മുടെ നാട് എന്ന മലയാളക്കരയെ ശരിക്കും അടയാളപ്പെടുത്തി തരികയാണ്. ആ തുഹ്ഫത്തുൽ മുജാഹിദീനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സമർപ്പിച്ചതെങ്കിൽ അതേ കാലഘട്ടത്തിൽ തന്നെ സമൂഹത്തോട് മതേതരത്വത്തെ സമ്പുഷ്ടപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗീസ് വിരുദ്ധ സമരത്തിന് ആഹ്വാനം കൊടുക്കുകയായിരുന്നു ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അൽ ഖുതുബത്തുൽ ജിഹാദിയ എന്ന കിതാബിലൂടെ. കേരളത്തിലെ ഖുതുബ പാരമ്പര്യത്തിൻ്റെ അഗ്രസ്വരനായിരിക്കുന്ന തേരാളിയായി അൽ ഖുതുബത്തുൽ ജിഹാദിയ എന്ന ഗ്രന്ഥമല്ല, അൽ ഖുതുബത്തുൽ ജിഹാദിയ എന്ന ഖുതുബ നിർവഹിച്ചുകൊണ്ട് അറബി ഭാഷയിൽ കോഴിക്കോട് മുഖദാർ പള്ളിയിലും സമീപ പള്ളികളിലുമെല്ലാം ഖുതുബ നിർവഹിച്ചുകൊണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ ചാലിയംകോട്ട പിടിച്ചടക്കാനും അത് പൊളിക്കാനും സമരാഹ്വാനമായി യുദ്ധത്തിൻ്റെ വീരേതിഹാസങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഖുൽ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വഅംബാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ എന്ന ആയത്തിനെയും ഹൽ അദുല്ലുക്കും വലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം തൂമിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ് എന്ന ഖുർആൻ്റെ ആയത്തിനെയും വളരെ കൃത്യതയോടെ വ്യക്തതയോടെ പോർച്ചുഗീസുകാർക്കെതിരെ സമരം നടത്താൻ, ഹിന്ദുവായ സാമൂതിരിയുടെ ഭരണം നിലകൊള്ളാൻ വേണ്ടി ബഹുസ്വരതയെയും മതനിരപേക്ഷതയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും ആദ്യത്തെ ഫൗണ്ടേഷൻ കെട്ടിപ്പടുക്കുന്നത് അവരാണ്. പോർച്ചുഗീസുകാർക്കെതിരെ സമരം നടത്താൻ സാമൂതിരിയുടെ കൂടെ പുലയനും ചെറുമനും മുസ്ലിം മാപ്പിളമാരും ഹിന്ദുക്കളും ഒരുമിച്ച സമരം നടത്തണം എന്ന മതേതരത്വത്തിൻ്റെ കാഴ്ചപ്പാട് വെട്ടി തുറന്നു കൊടുത്തത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുമാണ്. അവരാണ് മലയാളത്തിൻ്റെ മതേതരത്വത്തെ നിർമ്മിച്ചത്. അവരാണ് ഭാന്യ അഭിമാനത്തോടെ പറയുന്ന സെക്യുലറിസത്തിൻ്റെ പിതാക്കൾ. അവരാണ് സൗഹൃദത്തിൻ്റെ പരിസരത്തിൻ്റെ ആദ്യത്തെ പടി കടന്നു ചെന്നവർ. ആ 2 മഹാന്മാരായ പണ്ഡിതന്മാർ ഇന്ത്യയെ നിർമ്മിച്ചവരാണ്. ആ 2 പണ്ഡിതന്മാർ കേരളത്തിൽ മതസൗഹാർദ്ദത്തെ കെട്ടിപ്പടുത്തവരാണെങ്കിൽ
അവർ തന്നെയാണ് സുന്നി സരണിയുടെ 5 നൂറ്റാണ്ടപ്പുറത്ത് ഉജ്ജ്വലമായിരിക്കുന്ന ഗ്രന്ഥം രചിച്ചവരും. മഹാന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയ തുഹ്ഫ, ആ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രണ്ടാമൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ്. നമ്മളെല്ലാം നമ്മുടെ വീടുകളിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാൻ ഏറ്റവും പ്രധാനമായി ആദ്യം മറിക്കുന്ന ഒരു ഏടുണ്ട്, മങ്കൂസ് മൗലിദാണ്. മങ്കൂസ് മൗലിദിലെ ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസരിൻ വഅദാദ് ലക അഷ്കൂ ഫിഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന മൗലിദിൻ്റെ ഈരടിയാണ് ഇന്ന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, ബിദഈ ആശയക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിരുദ്ധമായി കണ്ടു കാണുന്നത്. മുസ്ലിമീങ്ങളെ, സുന്നികളെ ശിർക്കാരോപണം നടത്താൻ പ്രധാനമായ ഒരു തെളിവ് കാണുന്നത് മങ്കൂസ് മൗലിദിലെ ഈ ഈരടിയാണ്. ആ ഈരടി നമുക്ക് ചൊല്ലി പറഞ്ഞു തന്നതും എഴുതി പിടിപ്പിച്ച് നമ്മളെ കൊണ്ടിന്നും ചൊല്ലാൻ വേണ്ടി അതിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം മുതലാണെങ്കിൽ അത് അന്ന് തൊട്ടല്ല. വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും പാരമ്പര്യ പൈതൃകത്തിൻ്റെ പിന്തുടർച്ചയിലാണ് മങ്കൂസ് മൗലിദ് രചിക്കപ്പെടുന്നത്. മഹാനായിരിക്കുന്ന ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ആ മഹാനുഭാവൻ തന്നെയാണ് വല്ലാ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്കൂട ഉത്തരം ചെയ്യും ഞാൻ എന്നോ പറയുന്ന മുഹിദ്ദീന്മാരെ എഴുതി തന്നതും. അതും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ശിർക്കാരോപണത്തിന് കാരണമായതാണ്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, രാജ്യത്തെ നിർമ്മിച്ച, ബഹുസ്വരതയെ നിർമ്മിച്ച, മതേതരത്വത്തെ നിർമ്മിച്ച, നാടിനെ സംവിധാനിച്ച ആ പണ്ഡിതന്മാർ സുന്നികളായിരുന്നു എന്ന് പറഞ്ഞു വരുന്നത്. ബഹുസ്വരതയെ നിർമ്മിച്ചത് സുന്നികളാണ്, മതേതരത്വത്തെ നമുക്ക് പറഞ്ഞു തന്നത് സുന്നികളാണ്, സുന്നി പണ്ഡിതന്മാരാണ്. അതുതന്നെയാണ് സമസ്ത ഇന്നും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മതസൗഹാർദ്ദത്തെ പറയുന്നത് സമസ്തയാണ്. അത് മഹാന്മാർ പഠിപ്പിച്ച പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സുന്നി ആശയത്തെ സമസ്ത പറയുന്നത്. മങ്കൂസ് മൗലൂദിൻ്റെ ഇസ്ലാമിയത്ത് എന്താണെന്ന് പഠിപ്പിക്കലാണ് സമസ്തയുടെ ഉത്തരവാദിത്തം. മുഹിദ്ദീന്മാരുടെ സുന്നി ആശയമാണ്, അത് ഇസ്ലാമികമാണ്, ഖുർആനോടും തിരുസുന്നത്തിനോടും ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതാണ് എന്ന അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമർത്ഥിക്കാനാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത്. മുഹിദ്ദീന്മാരെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ആശയത്തിൻ്റെ പിന്തുടർച്ചയെ പറഞ്ഞു കൊടുക്കുക എന്നത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ സുന്നി പണ്ഡിതന്മാരായ പാരമ്പര്യ പണ്ഡിതന്മാരാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് ഇസ്ലാം മതത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖല പഠിപ്പിച്ചു തരുന്ന പോലെ തന്നെ മതേതരത്വത്തെയും പോർച്ചുഗീസ് വിരുദ്ധ ചെറുത്തുനിൽപ്പിനെയും പറഞ്ഞു തന്നത്. സാമ്രാജ്യത്വത്തോട് കോംപ്രമൈസ് ആവില്ല എന്ന് പറഞ്ഞത് അവരാണ് ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തെ കെട്ടിപ്പടുത്തത്. അവർ തന്നെയാണ് ഇസ്ലാമീൻ്റെ അടിസ്ഥാന പൈതൃകത്തെ നമുക്ക് പറഞ്ഞു തന്നത്. ഒറ്റവാക്കിൽ അതിനെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞാൽ സമസ്ത തന്നെയാണ് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സമസ്തയെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നമുക്കതിനെ ഇങ്ങനെ ക്രോഡീകരിച്ചുകൊണ്ട് പറയാം. ബഹുമാനപ്പെട്ട ആ 2 പണ്ഡിതന്മാർ ജീവിച്ചിരുന്ന കാലത്ത് 500 കൊല്ലം മുമ്പ് അന്നെങ്ങാനും സമസ്ത ഉണ്ടാക്കണമെന്ന് സമസ്തയുടെ അന്നത്തെ പണ്ഡിതന്മാർക്ക്, സുന്നി പണ്ഡിതന്മാർക്ക്, പാരമ്പര്യ പണ്ഡിതന്മാർക്ക് തോന്നിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അക്കാലത്തെ പ്രസിഡന്റ് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. അന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറി മഹാനായ ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. അത്രമേൽ പ്രോജ്വലിച്ച ആശയത്തിൻ്റെ ധാരയുടെ ഇന്നലകളാണ് നമ്മളതിനെ സംബന്ധിച്ചുകൊണ്ട് കണ്ടുമുട്ടുന്നത്. അതിൻ്റെ പ്രയാണം തിരിച്ച് 100ാം വാർഷികത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 100 വർഷം നമ്മൾ ആചരിക്കുന്നത് 500 വർഷം മുമ്പ് മഖ്ദൂമി പാരമ്പര്യത്തിൽ നമ്മൾ കണ്ടുപഠിച്ചതാണ്. അവരാവട്ടെ 15 നൂറ്റാണ്ട് മുമ്പ് സ്വഹാബത്തിൽ നിന്നുകൊണ്ട് കേട്ടും അറിഞ്ഞും പഠിച്ചതിൻ്റെ പാരമ്പര്യത്തിൽ കൊണ്ട് അറിഞ്ഞവരാണ്. അങ്ങനൊരു പാരമ്പര്യം സമസ്തക്കല്ലാതെ ലോകത്ത് മറ്റൊരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാൻ സാധിക്കില്ല. 100 വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്ന് നവോത്ഥാനത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന നടുവത്തുകാർക്ക് 100 വർഷത്തിനപ്പുറത്തേക്ക് ഇരുട്ടാണ്. 100 വർഷത്തിനപ്പുറത്ത് നിങ്ങളുടെ മുൻഗാമികളുടെ ആശയത്തിൻ്റെ ധാര ഏതാണെന്ന് ചോദിച്ചാൽ നടുവത്തിന് മറുപടിയില്ല. ഏറി എങ്ങനെ ചേറി ഒഴിവാക്കി പറഞ്ഞാലും വഹാബിയത്തിൻ്റെ പാരമ്പര്യം 100 കൊല്ലമാണ്, അതിനപ്പുറമില്ല. അതിനപ്പുറത്തെ നിങ്ങളുടെ പൂർവികരാരാണ്? നിങ്ങൾ ഇന്ന് പറയുന്ന ആശയധാരയുടെ പിതാക്കളും പൂർവികരും പാരമ്പര്യക്കാരുമാരാണ് എന്ന് ചോദിച്ചാൽ ഒരു ചരിത്രം ഉന്നയിച്ചുകൊണ്ട് പറയാൻ അവരുടെ മുമ്പിൽ രേഖപ്പെട്ട ഒരു ഗ്രന്ഥമേ ഇല്ല. അവരുടെ കയ്യിൽ ചരിത്രപരമായി സമർത്ഥിക്കാൻ ഒരു രേഖയും അവിടെ മുമ്പിലില്ല. 100 കൊല്ലത്തിനപ്പുറത്തേക്ക് ഇരുട്ടിൽ തപ്പുന്ന നടുവത്ത്, 75 കൊല്ലത്തിനപ്പുറത്ത് മതരാഷ്ട്രവാദത്തിൻ്റെ ഒന്നും പറയാൻ കഴിയാത്ത ജമാഅത്തെ ഇസ്ലാമി,
ജമാഅത്തെ ഇസ്ലാമിക്ക് ആശയത്തിൻ്റെ പാരമ്പര്യം പറയാൻ കഴിയില്ല. ഏറിക്കഴിഞ്ഞാൽ അവർക്ക് 75 കൊല്ലം തൊട്ട് പറയുന്ന ചരിത്രമാണ്. അതിലപ്പുറത്തേക്ക് എന്തെന്ന് ചോദിച്ചാൽ മൗദൂദി പറയുന്ന ആശയം മതരാഷ്ട്രവാദമാണ്. ആ മതരാഷ്ട്രവാദം മുമ്പൊരൊറ്റ പണ്ഡിതനും പറയാത്ത വാദമാണ്. ചരിത്രപരമായി ഒരു രേഖയുടെ ഒരു കണിക പോലും ഒരു ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത് പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്നലകളുടെ ചരിത്രം ഞങ്ങൾ എഴുതി വെച്ചത് ഇങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയുന്ന ഒരേ ഒരു സംഘടന സമസ്ത മാത്രമാണ്. 75 കൊല്ലം കഴിഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവരുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ഭരണഘടന മാറ്റുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന വാദത്തിലേക്ക് ഇപ്പോൾ അവർ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം അവർ എഴുതിപ്പിടിപ്പിച്ച ഭരണഘടനയിൽ 75 കൊല്ലം മുമ്പ് അവർ തുടങ്ങിവെച്ച ആശയത്തെ മുഴുവൻ പൊളിച്ചെടുത്ത് നടത്തിയെങ്കിൽ ആകെ ജമാഅത്തെ ഇസ്ലാമിയുടെ തുടക്കം 75 കൊല്ലമാണെങ്കിൽ അതിൻ്റെ ഒടുക്കം 75 കൊല്ലത്തിൻ്റെ ശേഷമാണ്. 3/4 നൂറ്റാണ്ട് മാത്രം ദുനിയാവിൽ ജീവിച്ചൊരു സംഘടനയുടെ പേരേതെന്ന് ചോദിച്ചാൽ അത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയേണ്ടി വരും. അല്ലാതെ അവർക്ക് മുമ്പേ ഇല്ല, അവർക്ക് പിന്നുമില്ല. ഇനി ജീവിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് അർഹതയില്ല. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം അല്ല പറയുന്നത്, പതിറ്റാണ്ടല്ല, നൂറ്റാണ്ടപ്പുറത്താണ്, 15 നൂറ്റാണ്ടപ്പുറത്താണ്. അലം തറ കൈഫ റബല്ലാഹു മസലൻ കലിമത്തൻ തുയ്യിബത്തൻ കശജറത്തിൻ തുയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സമസ്തയെ കുറിച്ച് കൊണ്ടാണ്. ആഴങ്ങളിലേക്ക് ആടിന്നിറങ്ങിയ വേരാണ്, പടർന്ന് പന്തലിച്ച് ആകാശത്തിലേക്ക് ജ്വലിച്ചു നിൽക്കുന്ന തണലായി നിൽക്കുന്ന വൃക്ഷം കണക്കെ എന്ന് വിശുദ്ധ ഖുർആൻ ഏതൊരു കലിമത്തിനെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞോ അതാണ് സമസ്ത. അതുകൊണ്ട് സമസ്തക്കെവിടെയും ഒരു ചരിത്രത്തിൻ്റെയും പിൻബലത്തിൽ അത് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. സമസ്തയുടെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായി അതിൻ്റെ ഭരണഘടനയിൽ പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ സംസ്ഥാപനമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ വളർത്തുക, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരെ കടന്നു വരുന്ന ഏതൊരു ബിദഈ ആശയത്തെയും ചെറുക്കുക.